ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം. ഞാൻ ആദ്യം പറഞ്ഞ വേർഡ് നിങ്ങൾ ശ്രദ്ധിച്ചോണം. കിട്ടിയത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തം കിട്ടിയിട്ട് പലരും യാത്ര തിരിക്കുന്നത് ദൈവ സാന്നിധ്യമില്ലാതെയാണ്. അവർ ചിന്തിക്കുന്നത് വാഗ്ദത്തം കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നിറവേറ്റപ്പെടുമെന്ന. ദൈവത്തിന്റെ സാന്നിധ്യമില്ലാതെ വാഗ്ദത്തം ലഭിച്ചവൻ മൂവ് ചെയ്യുവാനിടയാകരുത്. എപ്പോഴും ആഗ്രഹിച്ചോണം ദൈവത്തിന്റെ സാന്നിധ്യം. ഞാൻ ഏത് സമയത്തും ആ മനുഷ്യനെ ഓർക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. ആ മനുഷ്യൻ എന്ന് പറഞ്ഞത് ദാവീദിന്റെ ജീവിതത്തിൽ എല്ലാം താൻ രാജാവായി കഴിഞ്ഞപ്പോൾ ഫെലിസ്ത്യർ യുദ്ധത്തിന് വേണ്ടി കടന്നു വന്നപ്പോൾ ദാവീദ് ദൈവത്തോട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? പക്ഷേ ദൈവം പറഞ്ഞു, നീ പോ, അവരെ നീ തോൽപ്പിക്കും. അടുത്ത വർഷം വീണ്ടും ഫിലിസ്ത്യർ വന്നു. വീണ്ടും ദാവീദ് ദൈവത്തോട് ചോദിച്ചു, വാട്ട് ഷാൽ ഐ ഡു? ഞാൻ എന്നെ തന്നെ ഇരുത്തി ഞാൻ ചോദിക്കാറുണ്ട്. ഒരു പ്രാവശ്യം വെള്ളച്ചാട്ടം പോലെ ഞാൻ ശത്രുവിനെ തോൽപ്പിച്ചു കളയുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചതാ. ഈ രണ്ടാമത്തെ പ്രാവശ്യം യുദ്ധത്തിന് പോകുമ്പോൾ വൈ ഷുഡ് ഐ ആസ്ക് ഗാഡ്? സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണെങ്കിലും സ്വാഭാവികമായിട്ട് ചെയ്യരുത്. എക്സ്പെക്ട് the presence of God in your life.